US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഭീഷണിപ്പെടുത്തി ഇറാന്റെ ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ് കോർപ്സ് യുദ്ധം തുടങ്ങിയത് നിങ്ങളാണ് എന്നും എന്നാൽ അത് അവസാനിപ്പിക്കുന്നത് ഞങ്ങളായിരിക്കുമെന്നാണ് ഇവരുടെ ഭീഷണി സ്വരം. കഴിഞ്ഞ ദിവസം ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ശക്തമായ ആക്രമണമായിരുന്നു അഴിച്ചുവിട്ടത്. അതിനു പിന്നാലെ ഇറാൻ തിരിച്ചടിക്കുകയും ചെയ്തുകൊണ്ട് രംഗത്ത് വന്നെങ്കിൽ പോലും ഇസ്രായേൽ ഇപ്പോഴും പൂർവാധികം ശക്തിയോടുകൂടി തന്നെ ഇറാനിൽ തീമഴ പെയ്യുകയാണ്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വൻ സ്ഫോടക ആക്രമണ പരമ്പരയാണ് ഇപ്പോൾ അഴിച്ചുവിട്ടിരിക്കുന്നത്. ഭയപ്പാടോടുകൂടി തന്നെ സ്ഫോടന ശബ്ദം കേട്ട് ജനങ്ങൾ ഓടുന്നതടക്കമുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. അതിനിടയിലാണ് ട്രംപിന് നേരെ ഭീഷണിയുമായി ഇവർ രംഗത്ത് വരുന്നത്. ട്രംപിനെ ചൂതാട്ടക്കാരൻ എന്ന് വിളിക്കുകയും അതുപോലെ തന്നെ US-നെതിരെ തിരിച്ചടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഞായറാഴ്ച തങ്ങളുടെ രാജ്യത്തിനെതിരെ US നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടി നൽകേണ്ടി വരുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകി. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ US നേരിട്ട് ഇടപെട്ട് ഇറാന്റെ പവിത്രമായ ഭൂമി ലംഘിച്ചുവെന്നും അതുപോലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. വളരെ ശക്തവും ലക്ഷ്യമിട്ടുള്ളതുമായ പ്രവർത്തനങ്ങളിലൂടെ തന്നെ US ഇനി കടുത്തതും അതുപോലെ പ്രവചനാതീതവുമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുകയാണ്. മിസ്റ്റർ ട്രംപ് ചൂതാട്ടക്കാരൻ, നിങ്ങൾ ഈ യുദ്ധം ആരംഭിച്ചേക്കാം, പക്ഷേ അത് അവസാനിപ്പിക്കുന്നത് ഞങ്ങളായിരിക്കും. US പ്രസിഡന്റിനെ നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അതേസമയം ഇസ്രായേലിനെതിരായ ഏറ്റവും പുതിയ ആക്രമണത്തെക്കുറിച്ച് വിവരിക്കുന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പ്രസ്താവന ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രായേലി വ്യോമ പ്രതിരോധ കവചത്തെ പരാജയപ്പെടുത്തുന്ന പ്രത്യേക തന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള സംയോജിത മിസൈൽ ഡ്രോൺ ഓപ്പറേഷനുകളിലൂടെയാണ് ഇറാൻ ആക്രമണം നടത്തിയതെന്നും വാർത്താ ഏജൻസി വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ ഇവർ പല നഗരങ്ങളിൽ 5 സ്ഥലങ്ങളിലായിട്ട് ഇറാന്റെ റോക്കറ്റുകൾ പതിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇസ്രായേൽ അധികൃതരിൽ നിന്ന് ഇതിന് പ്രതികരണം ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതേസമയം മധ്യേഷ്യയിലെ ഇറാൻ-ഇറാഖ് തർക്കത്തിൽ മധ്യസ്ഥത വഹിക്കാൻ റഷ്യൻ പ്രസിഡന്റ് തയ്യാറാണ് എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തു വന്നത്. മോസ്കോയ്ക്ക് ഈ 2 രാജ്യങ്ങളുമായി ദീർഘകാല ബന്ധമുണ്ട് എന്നും അതിനാൽ തന്നെ ഇവയ്ക്കിടയിൽ സമാധാനം സ്ഥാപിക്കാൻ സവിശേഷമായ കരുത്തുണ്ട് എന്നും വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കിയിരുന്നു. ഇറാന്റെ ആത്മീയ നേതാവായ അയത്തുള്ള അലി ഖമേനി വധിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല എന്നും പുടിൻ താക്കീത് നൽകുകയാണ് ചെയ്തത്. ഇസ്രായേലോ US-ഓ ഖമേനിയെ വധിക്കുന്നതിനെ കുറിച്ച് പ്രതികരിക്കാനില്ല എന്നും സമാധാനം സ്ഥാപിക്കാനുള്ള വഴികൾ ആലോചിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സമാധാനം സ്ഥാപിക്കാൻ ഇറാൻ, ഇസ്രായേൽ, US എന്നിവർക്ക് മുൻപിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നും അതുപോലെ റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ അദ്ദേഹം വ്യക്തമാക്കുകയാണ് ചെയ്തത്. ആർക്കുമേലും ഒരു കാര്യവും അടിച്ചേൽപ്പിക്കില്ല. യുദ്ധ സാഹചര്യത്തിൽ നിന്നും പുറത്തു കടക്കാൻ മാർഗങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ തീരുമാനമെടുക്കേണ്ടത് ഈ ഓരോ രാജ്യങ്ങളിലെയും രാഷ്ട്രീയ നേതൃത്വമാണ്. ഇത് വളരെ സങ്കീർണമായ സാഹചര്യമാണ് എന്നും പക്ഷേ ഈ യുദ്ധത്തിന് പരിഹാരം സാധ്യമാണ് എന്നും ഇറാൻ ഇസ്രായേൽ യുദ്ധം കൂടുതൽ തീവ്രമാകുന്ന സാഹചര്യത്തിലായിരുന്നു പുടിന്റെ ഈ ഒരു സമാധാന നിർദ്ദേശം വന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.